ഇംഗ്ലീഷ് അനായാസം സംസാരിക്കാൻ സഹായിക്കുന്ന ഈ പാഠ്യപദ്ധതിയുടെ കഴിഞ്ഞ സെഗ്മെൻറ്റ്സ് കാണുവാൻ വേണ്ടി സർഗം അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ 3 ലെസൺസിലായിട്ട് നമ്മൾ 3 ടൂൾസാണ് കവർ ചെയ്തത്. Now we are stepping on to the 4th tool. 4ാമത്തെ ടൂൾ മീൻസ് 4ാമത്തെ ലെസൺ അതിൽ കിടക്കാം. അപ്പം മറ്റ് 3 ടൂൾസിൽ വരച്ച പോലെ ഇവിടെയും ഒരു ടൂൾ ബോക്സ് വരും. So I am going to draw a tool box here. Now the 4th tool. This is tool number 4. Tool box. Now context A. ഈ ടൂള് ഒരൊറ്റ കോണ്ടെക്സ്റ്റേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബട്ട് ഇവിടെ നമ്മൾ ചില ടൈം എക്സ്പ്രഷൻസ് ഉപയോഗിക്കും. മെയിൻലി വി യൂസ് 2 ടൈം എക്സ്പ്രഷൻസ് ഹിയർ. അതിൻ്റെ മലയാളം എന്താ നോക്കാം. ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദിസ്? ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ആക്ഷൻ അവിടെ മുമ്പ് തുടങ്ങി. ഇറ്റ് മേ ബി യെസ്റ്റർഡേ, ഇന്നലെ ആയിരിക്കാം, 2 days ബാക്ക്, 2 ദിവസം മുമ്പായിരിക്കാം, 1 week ബാക്ക്, ഒരാഴ്ച മുമ്പായിരിക്കണം, months ബാക്ക്, ഇയേഴ്സ് ബാക്ക്, നോ പ്രോബ്ലം. എനിവേ ആക്ഷൻ മുമ്പ് തുടങ്ങി, ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ തുടങ്ങി, ആൻഡ് ദ ആക്ഷൻ ഈസ് സ്റ്റിൽ ഓൺ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് തുടങ്ങി, ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ നമ്മൾ has been or have been plus ing. Tool number 2 മെയിൻ വെർബ് ing ഫോമാണ്, ing. Likewise അതുപോലെ തന്നെ in this tool also the main action is in ing form. Has been, have been, ing. Level first, level 1. Level 1 is very simple. Why? നമ്മളത് ടൂൾ നമ്പർ 3 പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ I, we, you, they, have, and he, she, has. We have already studied that in tool number 3. So level 1 is not that relevant. അത് അത്ര ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഇപ്പോൾ നമുക്കറിയാം, ഏജൻസ് എടുത്തു I, we, you, they, he, she. I have been learning English since morning. എന്തായാലും സെൻസ് വരുന്നത്, കാലത്ത് മുതൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. ആക്ഷൻ മുമ്പ് തുടങ്ങി, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ദാറ്റ്സ് ഓൾ. ഹലോ, we have been playing for this club. ഫുട്ബോൾ ആവാം, ക്രിക്കറ്റ് ആവാം. ഈ ക്ലബിന് വേണ്ടി ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു for the last 2 years. കഴിഞ്ഞ 2 വർഷങ്ങളായി. You have been staying here since last week. കഴിഞ്ഞ ആഴ്ച മുതൽ നിങ്ങളോട് താമസിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. They have been studying in this college since 2010. 2010 മുതൽ അവർ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ഉണ്ട്. കേട്ടോ. He has been reading newspaper since 9 o'clock. 9 മണി മുതൽ അയാൾ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചെയ്യുകയാണ്. She has been dancing for the last half an hour. കഴിഞ്ഞ അരമണിക്കൂറായി അവൾ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ടൂൾ നമ്പർ 3 പോലെ തന്നെ for I, we, you, they, have, and he, she, has. It's very simple. നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അത്. Right? Now in this tool we use time expressions like since and for. ഇതാണ് ഇനി ചെറിയൊരു കൺഫ്യൂഷൻ വരും. അവിടെ സിൻസ് ഉപയോഗിക്കാം, അവിടെ ഫോർ ഉപയോഗിക്കാം. സിൻസ് മീൻസ് മുതൽ.
സിൻസ് 8 o'clock 8 മണി മുതൽ. സിൻസ് മൺഡേ തിങ്കളാഴ്ച മുതൽ. സിൻസ് ജാനുവരി മുതൽ. സിൻസ് 2010 2010 മുതൽ. സിൻസ് പറഞ്ഞ മുതൽ, ഒരു സമയം മുതൽ. For means it shows a duration of time. ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. For 10 years 10 വർഷങ്ങളായി. For 2 hours 2 മണിക്കൂറായി. For 3 weeks 3 ആഴ്ചകളായി. For several months ഏതാനും മാസങ്ങളായി. For ഒരു കാലയളവ്, അത് മണിക്കൂറാവാം, ദിവസങ്ങളാവാം, ആഴ്ചകളാവാം, മാസങ്ങളാവാം, കൊല്ലങ്ങളാവാം. കാലയളവാണ് for. Since a point of time. For a duration of time. ഇതിനൊക്കെ prepositions എന്ന് പറയും. അതൊന്നും നോക്കണ്ട. Since, for. Now, ഇവിടെ I told you ആക്ഷൻ മുമ്പ് തുടങ്ങി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു, ഈ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് അതങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഒരു ഉദാഹരണം പറയാം. ഒരാൾ കാലത്ത് ജോഗിങ് കഴിഞ്ഞ് തളർന്ന് ഓടി എക്സസൈസൊക്കെ എടുത്ത് വന്ന് ഒരു സ്ഥലത്ത് കിടന്നു അല്ലെങ്കിൽ ഇരുന്നു. എന്നൊരാൾ പറയണം, I have been jogging since morning. ശ്രദ്ധിക്കണം, I have been jogging since morning. കാലത്ത് മുതൽ ഞാൻ ജോഗ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ആ പറയുന്ന സമയത്ത് ആൾ ജോഗ് ചെയ്യല്ല. ജോഗിങ് കഴിഞ്ഞ് വന്ന് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ വന്നു ഇരുന്നു, ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒന്ന് കിടന്നു. അവർ 2 മിനിറ്റ് മുമ്പ് 3 മിനിറ്റ് മുമ്പ് ജോഗിങ് നിർത്തിയുള്ളൂ. അങ്ങനെയും ആവാം. ജസ്റ്റ് കഴിഞ്ഞു, ആക്ഷൻ മുമ്പ് തുടങ്ങി തുറന്നു, ജസ്റ്റ് പറയുന്ന സമയത്ത് കഴിഞ്ഞ അവസ്ഥയിലും we can use this tool. Another example. ഒരാൾ ദീർഘദൂരം കാർ ഡ്രൈവ് ചെയ്തിട്ട് വീട്ടിൽ ഒന്ന് കയറി, ജസ്റ്റ് ഒന്ന് കയറി ചായ കുടിക്കാതിരിക്കുകയാണ്. അപ്പോൾ അവളെ പറയണം, വേറെ ആൾ, യു ലുക്ക് ടയർഡ് മാൻ, വൈ? ക്ഷീണിതനായി കാണുന്നുണ്ടല്ലോ, എന്താ പ്രശ്നം? അപ്പോൾ അവളെ പറയണം, I have been driving the whole day. വൈകുന്നേരം വീട്ടിൽ വന്നതെന്ന് ചോദിക്കും. I have been driving the whole day. ആ ദിവസം മുഴുവൻ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ പറയുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യല്ല, ആൾ വീട്ടിലെത്തി ചായ കുടിക്കാനിരിക്കുകയാണ്. അങ്ങനെയും ഈ ടൂൾ ഉപയോഗിക്കാം. പറയുന്ന സമയത്ത് ആക്ഷൻ വേണമെന്നില്ല. അതിനെ വേറൊരു കോൺടെക്സ്റ്റായി കാണേണ്ട ആവശ്യമില്ല. കോൺടെക്സ്റ്റ് സൈലൻ്റ് അത് മനസ്സിലാക്കിയാൽ മതി. സോ ദിസ് ഇസ് ടൂൾ നമ്പർ 4. കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. I have been driving since morning. കാലത്ത് മുതലേ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. We have been playing cricket for the last 3 years. So the action is not continuous there. No. We have been playing cricket for the last 3 years. 3 വർഷങ്ങളായി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. You have been working in this company since last January. കഴിഞ്ഞ ജനുവരി മുതൽ നിങ്ങൾ ഈ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഇപ്പോഴുണ്ട്. They have been practicing martial arts for the last several years. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അവർ മാർഷൽ ആർട്സ്, ആയോധന കലകൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. He has been working in a school for the last 10 years. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് അയാൾ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഇപ്പോഴുണ്ട്. She has been composing songs for the last 2 years. കഴിഞ്ഞ 2 വർഷങ്ങളായി അവൾ പാട്ടുകൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. She is a composer. Right? Here, see the formula has been, have been, ing. But main verb is not necessary here. അങ്ങനെ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാം. ടൂൾ നമ്പർ 4. അതെന്തത്? ing ഫോമേ വേണ്ട. So, I'll give you a few examples. See, I have been in this town for the last 2 years. എന്താണ് സെൻസ് വരുന്നത്? ഞാൻ കഴിഞ്ഞ 2 വർഷങ്ങളായി ഈ ടൗണിലുണ്ട്, ഇപ്പോഴും ഉണ്ട്.
We have been painters since 2015. 2015 മുതൽ ഞങ്ങൾ പെയിൻറ്റേഴ്സാണ്. എന്ന് പറഞ്ഞാൽ പെയിൻറ്റേഴ്സായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. അല്ല, You have been my neighbor for the last 5 years. കഴിഞ്ഞ 5 വർഷങ്ങളായി നിങ്ങൾ എൻ്റെ അയൽക്കാരനാണ്. ഇപ്പോഴും അങ്ങനെയാണ്. കേട്ടോ, ഇപ്പോൾ ഇവിടെയൊക്കെ ING ഫോമിൽ there is no action. കേട്ടോ, അങ്ങനെയാണ്. They have been my colleagues for the last 2 years. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് അവരെൻ്റെ കൊളീഗ്സാണ്, സഹപ്രവർത്തകരാണ്. അപ്പോൾ ഇവിടെ ഇതിലൊന്നും ING വേർബിൽ ആക്ഷൻ ഇല്ല. ചില എക്സാമ്പിൾസ് I will write a few examples. See, I have been reading since morning. I've been reading since morning. കാലത്ത് മുതൽ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും അതുതന്നെയാണ്. അതാ, we have been practicing in the tennis for the last 2 weeks. കഴിഞ്ഞ 2 ആഴ്ചകളായി ഞങ്ങൾ ടെന്നീസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. We have been practicing tennis for the last 2 weeks. They have been staying here since 2012. Since 2012. They have been staying here. 2012 മുതൽ അവരോട് താമസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. He has been learning English since childhood. കുട്ടിക്കാലം മുതൽ. Since childhood. See, he has been learning English since childhood. So this is tool number 4. ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആക്ഷൻ മുമ്പ് തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ആണ് പ്രത്യേകം മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള വീഡിയോ സെഗ്മെൻറ്റുകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ സർഗം അക്കാഡമി സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.